Good afternoon, all. Good afternoon, ma'am. Good afternoon. Okay. Christmas എങ്ങനെയുണ്ടായി? Okay, പറയാമോ? ഓക്കെ, നമ്മള് ലാസ്റ്റ് വെക്കേഷൻ ഒക്കെ മുമ്പായിട്ട് നമ്മൾ നോക്കിയത് റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് സർവീസ് ആയിരുന്നു അല്ലെ? ഓക്കെ, അപ്പോ റീജിയണലൈസേഷൻ എന്ന് പറഞ്ഞാല് ഡീസെൻട്രലൈസിങ് ഹെൽത്ത് സർവീസ് ഇൻ ടു ഓർഗനൈസ്ഡ് വേ. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹെൽത്ത് സർവീസിനെ സെൻട്രലൈസ് ചെയ്യുന്നു. ഹെൽത്ത് കെയർ ഈസ് അറേഞ്ച്ഡ് ഇൻ ടു ലെവൽസ്. നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ലെവൽ, പ്രൈമറി ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ എയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, the aim is to improve the efficiency, effectiveness and accessibility of the service. അതിന്റെ എഫിഷ്യൻസി കൂട്ടാനും എഫക്റ്റീവ്നെസ് കൂട്ടാം. അതേപോലെ അത് അസസ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ആ ഒരു സർവീസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റാം. അതായിരുന്നു റീജിയണലൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്തതാണ്, ഓർമ്മയുണ്ടോ? പേജ് നമ്പർ 124 ആണ് ഇതെടുക്കുന്നത് കേട്ടോ. 124 അത് നമ്മൾ നോക്കിയതായിരുന്നു. ഇനി നമ്മൾ നോക്കുന്ന പോർഷൻ വാട്ട് ഈസ് റീജിയണലൈസേഷൻ ആണ്. ഓക്കെ, അവിടെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്തേ? ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നേ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് റീജിയണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ റീജിയണലൈസേഷനിൽ മൂന്നായിട്ട് നമ്മളുടെ ഹോസ്പിറ്റൽ സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ത്രീ ലെയേഴ്സ് ഉണ്ട്. ഹോസ്പിറ്റൽ സിസ്റ്റത്തിന് 3 ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഫസ്റ്റ് ലെവലിൽ വരുന്നതാണ്. പ്രൈമറി ഓർ ലോക്കൽ ഹോസ്പിറ്റൽസ് ആണ് ഫസ്റ്റ് ലെവലിൽ വരുന്നത്. സെക്കൻഡ് ആണ് സെക്കൻഡറി ഓർ ഇന്റർമീഡിയറ്റ് ഓർ ഡിസ്ട്രിക്ട് ലെവൽ. എങ്ങനെയാണ്? ഇന്റർമീഡിയറ്റ് ലെവല്, അതിന് നമ്മൾ മറ്റൊരു പേര് പറയും ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയും കേട്ടോ. തേർഡ് ആണ് റീജിയണൽ ഹോസ്പിറ്റൽ. തേർഡ് ലെവലിൽ വരുന്നതാണ് റീജിയണൽ ഹോസ്പിറ്റൽസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെവലില് പ്രൈമറി, ഇതെടുത്തിട്ടില്ലാലോ? എടുത്തിട്ടില്ലാന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, പ്രൈമറി ലെവലിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന, ഫസ്റ്റ് ലെവലിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സെന്റേഴ്സ് ആണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, റൂറൽ ഹോസ്പിറ്റൽസ്. യൂഷ്വലി 300 ബെഡ്സിന് താഴെ, 30 to 100 ബെഡ്സിന് ഇടയിൽ വരുന്ന ഇത്രയും ബെഡ്സ് എവിടെ ഉണ്ടാവുള്ളൂ? റൂറൽ ഹോസ്പിറ്റൽസിൽ സാധാരണയായിട്ട് കാണുള്ളൂ. പ്രൊവൈഡ് ജനറൽ മെഡിക്കൽസ്, സർജിക്കൽ, പിന്നെ മെറ്റേണിറ്റി കെയർ കാര്യങ്ങളൊക്കെയാണ് റീജിയണൽ ഹോസ്പിറ്റൽസ്, ലോക്കൽ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. റൂറൽ ഹോസ്പിറ്റൽ ഇനി മാറിപ്പോയതാണ്. റൂറൽ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന 30 to 100 ബെഡ്സ് ആയിരിക്കും അവരുടെ ബെഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് സർവ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി, നമ്മുടെ ലോക്കൽ ഏരിയ അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സർവീസ്, ഹോസ്പിറ്റൽ സർവീസ് ആണ് ഫസ്റ്റ് ലെവൽ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പ്രൈമറി ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് ലെവലാണ് നമ്മൾ പറയുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. സാധാരണയായിട്ട് ലാർജ് ഹോസ്പിറ്റൽ വിത്ത് സെവറൽ ഹൺഡ്രഡ്സ് ഓഫ് ബെഡ്സ്, 100ൽ കൂടുതൽ ബെഡ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. സെർവ് നിയർ ബൈ പോപ്പുലേഷൻ ആൻഡ് ആക്ട് ആസ് എ റെഫറൽ സെന്റർ ഫോർ ദ റൂറൽ ഹോസ്പിറ്റൽ. റൂറൽ ഹോസ്പിറ്റൽസ് എന്നൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കേസും കാര്യങ്ങളും റെഫർ ചെയ്യുന്നത് എവിടേക്കായിരിക്കും? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലേക്ക് ആയിരിക്കും. പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഒബ്സ്ട്രറ്റിക് സെന്റേഴ്സ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ, സർജിക്കൽ, ഒബ്സ്ട്രറ്റിക്, പ്രസവ ചികിത്സ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സെന്റേഴ്സും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് ഡിസ്ട്രിക്ട് ലെവൽ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് തേർഡ് ലെവൽ. തേർഡ് ട്രാക്ക് റീജിയണൽ ഹോസ്പിറ്റൽസ് ആണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്.
serve a large geographical region. ഒരു ലാർജ് ജിയോഗ്രഫിക്കൽ റീജിയന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസും അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ മെഡിക്കൽ കോളേജുകളാണ്. റീജിയണൽ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ എന്താണ്, മെഡിക്കൽ കോളേജുകളാണ്. പ്രൊവൈഡ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സർവീസ് ആൻഡ് ലൈക്ക് ന്യൂറോ സർജറി, റേഡിയോ തെറാപ്പി, ഓങ്കോളജി പോലുള്ള സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 മിനിറ്റ് കേട്ടോ. ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതാണ്. അപ്പൊ തേർഡ് ലെവൽ എന്ന് പറയുന്നത് റീജിയണൽ ഹോസ്പിറ്റൽ. എക്സാമ്പിൾ പറഞ്ഞത് മെഡിക്കൽ കോളേജ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതെല്ലാം റീജിയണൽ ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ 3 ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. ഫസ്റ്റ് പറഞ്ഞത് ലോക്കൽ ഹോസ്പിറ്റൽ. ലോക്കൽ ഹോസ്പിറ്റലിന്റെ മറ്റൊരു നെയിം ഞാൻ പറഞ്ഞത് റൂറൽ ഹോസ്പിറ്റൽസ് എന്നാണ് അല്ലെ. ലോക്കൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റൂറൽ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് പറഞ്ഞത് ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. തേർഡ് പറഞ്ഞത് റീജിയണൽ ഹോസ്പിറ്റൽസ് ആണ്. ഇനി ഓരോ ഹോസ്പിറ്റൽസിനും എക്സാമ്പിൾസ് പറയാം. റൂറൽ ഹോസ്പിറ്റൽ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. റൂറൽ ഹോസ്പിറ്റൽ, താലൂക്ക് ആശുപത്രികൾ, അതാണ് എക്സാമ്പിൾ. എന്തിന്, പ്രൈമറി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലോക്കൽ ഹോസ്പിറ്റൽസിന് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് എക്സാമ്പിൾ. 30 to 100 ബെഡ്സ് അവിടെ അവൈലബിൾ ആയിരിക്കുള്ളൂ. ജനറൽ മെഡിസിൻസ്, മെഡിക്കൽ സർവീസ്, സർജിക്കൽ, മെറ്റേണിറ്റി കെയർ ഒക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള സർവീസ്. അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സർവീസ്, അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് സെക്കൻഡ് ലെവലാണ് പറഞ്ഞത്. ഞാൻ ഏത് പേര് പറഞ്ഞത്, ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽ. എക്സാമ്പിൾ പറഞ്ഞത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, നമ്മുടെ ജില്ലാ ആശുപത്രി. കേട്ടിട്ടില്ലേ ജില്ലാ ആശുപത്രി എന്നൊക്കെ? ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ ഒരു ഹോസ്പിറ്റൽസ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പറൂരാണ് സ്ഥലം. ഞങ്ങളെ റൂറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പറൂര് താലൂക്ക് ഹോസ്പിറ്റലാണ്. അവിടെ നിന്ന് എന്തെങ്കിലും എമർജൻസിയും കാര്യങ്ങളും വരുമ്പോൾ 2 സ്ഥലത്തേക്കാണ് റെഫർ ചെയ്യുന്നത്. ഒന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, റെഫർ ചെയ്യാറുണ്ട്. അത് ഇപ്പൊ ഗവൺമെന്റിന്റെ കാര്യം ഞാൻ പറയണേ, എക്സാമ്പിൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എറണാകുളം എന്താ പറയാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏകദേശം ഞങ്ങൾക്ക് ഏകദേശം അടുത്താണ്. കൂടുതലും എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്യാറ്. കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള കേസുകളൊക്കെ ആയിരിക്കും നമ്മൾ റൂറൽ ഹോസ്പിറ്റൽസ് നിന്ന് മാറ്റുന്നത്, അല്ലെങ്കിൽ ലോക്കൽ ഹോസ്പിറ്റൽസ് എന്താ പറയാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ മാറ്റുന്നത്. അപ്പൊ അത്ര എമർജൻസി ആയതുകൊണ്ട് സാധാരണയായിട്ട് മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ റെഫർ ചെയ്യുക, സാധാരണ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യാറ്. അപ്പൊ നമ്മൾ 3 ലെവലുകൾ നമ്മൾ നോക്കി. ഫസ്റ്റ് റൂറൽ, സെക്കൻഡ് ഇന്റർമീഡിയറ്റ്, തേർഡ് റീജിയണൽ. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. What is regionalization? Regionalization is a system of technical and administrative decentralization by establishment of level of care. നമ്മൾ ഈ ലെവൽ ഓഫ് കെയറിനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡീസെൻട്രലൈസ് ചെയ്യുന്നു, എന്നുവെച്ചാൽ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റീജിയണലൈസേഷൻ എന്ന് പറയുന്നത്. ഹെൽത്ത് സർവീസിനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. Which range from primary health centers at the community level. Local area primary health centers ആയിരിക്കും, to general hospital and specialized polyclinic at intermediate level. About general hospitals intermediate level and accumulating in higher medical centers. Medical colleges under where the practice of all the specialty is carried out, which teaching and research as major concern. Our teaching and research and specialty care. അങ്ങനെ 3 രീതിയിലാണ് നമ്മളുടെ regionalization process ചെയ്യുന്നത്. The relation between organizational
scale on one hand and the effectiveness and efficiency on the other hand. Others. നമ്മൾ ഈ റീജിയണലൈസേഷൻ കൊണ്ടുവന്നത് തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ സർവീസ് പീപ്പിൾസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഫ്ലുവൻസ് ഇൻഡയറക്ട്ലി ദ നമ്പേഴ്സ് ആൻഡ് ലൊക്കേഷൻ. അപ്പോൾ ഇത് അവരുടെ ലൊക്കേഷൻ നമ്പേഴ്സ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റീജിയണൽ പ്ലാനിങ് in which creating a hospital system on 3-tier base. For regional planning ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽ സിസ്റ്റത്തെ മൂന്നായിട്ട് അല്ലെങ്കിൽ 3-tier ആയിട്ട് 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ നോർമലി കമ്മ്യൂണിറ്റി സർവ്ഡ് വിത്ത് ലോക്കൽ ഹോസ്പിറ്റൽ. നമ്മുടെ സൊസൈറ്റി ആണ് വിചാരിക്കുക, നമ്മുടെ ഏരിയ ചെറിയൊരു കമ്മ്യൂണിറ്റി ആണ്, അത് സെർവ് ചെയ്യുന്ന ലോക്കൽ ഹോസ്പിറ്റൽസ് ആയിരിക്കും. നമ്മൾ എക്സാമ്പിൾ പറയുന്ന റൂറൽ ഹോസ്പിറ്റൽ ഓഫ് സേ 30 to 100 ബെഡ്സ്, 30 മുതൽ 100 വരെ ബെഡ്സ് ആണ് പ്രോബബിളി അവിടെ ഉണ്ടാവുക. പ്രോബബിളി അൺഡിഫറൻഷിയേറ്റഡ് ആൻഡ് പ്രൊവൈഡിങ് ജനറൽ മെഡിക്കൽ സർജിക്കൽ ആൻഡ് മെറ്റർണിറ്റി കെയർ. അവിടെ ജനറൽ ആയിട്ടുള്ള സർവീസുകൾ, മെഡിക്കൽ സർവീസ്, സർജിക്കൽ കെയർ, പ്രൈമറി ആയിട്ടുള്ള എല്ലാ കെയറും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ലെയറിൽ വരുന്നതാണ് the intermediate hospital, say district hospital. Intermediate hospital example ആണ് district hospital of several hundreds of beds, serves as the local hospital for the population in its immediate veterinary and as a referral hospital for a group of rural hospital in its region. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം district hospital ആണെങ്കിൽ ആ ഒരു ഡിസ്ട്രിക്റ്റിലെ എത്ര റൂറൽ ഹോസ്പിറ്റൽസുകൾ ഉണ്ടോ ആ എല്ലാ റൂറൽ ഹോസ്പിറ്റൽസും റെഫർ ചെയ്യുന്നത് എവിടേക്കായിരിക്കും? ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലേക്കായിരിക്കും റെഫർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ റൂറൽ ഹോസ്പിറ്റൽ കഴിഞ്ഞ് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലായിരിക്കും. സച്ച് എ ജനറൽ ഹോസ്പിറ്റൽ would provide, സാധാരണയായിട്ട് ജനറൽ ഹോസ്പിറ്റൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും? മെഡിക്കൽ, സർജിക്കൽ, obstetrical and other specialized treatment. മെഡിക്കൽ, സർജിക്കൽ, പിന്നെ പ്രസവ ചികിത്സ, പിന്നെ എന്താണ് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് ട്രയൽ എന്ന് വെച്ചാല് മൂന്നാമത്തെ ട്രയലിലേക്ക് വരുമ്പോൾ the regional hospital are catered to the intermediate hospital in a geographical region is designed to provide a complete range of treatment including such specialties. അപ്പോൾ നമ്മൾ റീജിയണൽ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്പെഷ്യാലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ഏത്? തേർഡ് ട്രയലിൽ വരുന്ന റീജിയണൽ ഹോസ്പിറ്റൽ. എക്സാമ്പിൾ മെഡിക്കൽ കോളേജസ് ആണ്. സ്പെഷ്യാലിറ്റീസ് ആസ് radiotherapy, neurosurgery, traumatic surgery, oncology, and so on. Treatment at medical college പോലുള്ള ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കും. Typically, such hospital would be linked to medical colleges, postgraduate training centers. സാധാരണയായിട്ട് മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെന്റർ ഒക്കെ ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 3 ട്രയൽസ് നോക്കി. ഇനി അതർ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഹോസ്പിറ്റൽസ് ആർ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ഫോർ ഈസി റെഫറൽ. അപ്പൊ സ്ട്രാറ്റജിക്കലി നമ്മൾ ആ ഒരു ഈസി റെഫറൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ചില ഒത്തിരി നമുക്ക് ട്രാവൽ ചെയ്ത് വരുന്നതായിട്ട് വരില്ല എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ. There is a two-way flow of patients and services. Two-way flow of patients and സർവീസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് നോക്കാം. സീനിയർ സ്പെഷ്യലിസ്റ്റ് ഷെയർ സർവീസ് ബൈ വിസിറ്റിംഗ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അപ്പൊ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സീനിയർ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യും. മന്ത്ലി വൺസോ വീക്ക്ലി വൺസോ ഒക്കെ ആയിട്ട് വിസിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പ്രൊമോട്ട് ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സസ് ആൻഡ് സ്കിൽഡ് സ്റ്റാഫ്. നമ്മുടെ കയ്യിലുള്ള സ്റ്റാഫുകളെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നോക്കാം. This hospital would be strategically located in the region, so the patient is needed of its highly specialized service would be readily referred to be. നെക്സ്റ്റ് നമുക്ക് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കും, കറക്റ്റ് നമുക്ക് എന്താണ് എത്തിച്ചെല്ലാൻ പറ്റുന്ന ഒരു പ്ലേസിലായിരിക്കും ഹോസ്പിറ്റൽസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. എന്നുവെച്ചാല് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 1 hour വേണ്ട, 45 മിനിറ്റ്സ് മതി പറവൂരിന്ന് ഇപ്പോ മെഡിക്കൽ കോളേജിലേക്ക് ആയാലും കളമശ്ശേരിക്ക് ആയാലും ട്രാവൽ എന്ന് പറയുന്നത്.
അപ്പോൾ അത്യാവശ്യം ദൂരത്തു നിന്നുള്ളവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചെല്ലാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഏത് നമ്മുടെ റീജിയണൽ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. രണ്ടും ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആണ്. എനിക്ക് തോന്നുന്നു കളമശ്ശേരി കുറച്ചും കൂടെ അടുത്ത്, മെഡിക്കൽ കോളേജാണ് കുറച്ചും കൂടെ അടുത്തുള്ളത്. അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റൽസിൽ നിന്ന് റെഫറൻസ് കൂടുതൽ പോകുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കായിരിക്കും. ഇപ്പോ നമ്മൾ പ്രൈവറ്റിന്റെ പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഞാൻ അത് പറയുന്നില്ല എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എത്തിച്ചെല്ലാൻ ഒരു എളുപ്പം ഉള്ള രീതിയിലായിരിക്കണം നമ്മൾ ഹോസ്പിറ്റൽസ് ഡിസൈൻ ചെയ്യാനായിട്ട്. ഒത്തിരി ദൂരേക്ക് ബസ്സിൽ ചിലർക്ക് എത്തിച്ചെല്ലാൻ പറ്റുന്നില്ല. റീജിയണലൈസേഷനിൽ പേഷ്യൻസിന്റെ ഫ്ലോയും സർവീസിന്റെ ഫ്ലോയും വരുന്നത്, 2-way ഫ്ലോ ഓഫ് പേഷ്യൻസ് ആൻഡ് സർവീസ്. പേഷ്യൻസ് വരുന്നതിനനുസരിച്ച് നമ്മൾ സർവീസും കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞു, സീനിയർ മെഡിക്കൽ സ്റ്റാഫ്സ് ഉണ്ടാവില്ലേ, അവര് കൺസൾട്ടന്റ് സെഷൻസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടേഴ്സ് ചില ദിവസങ്ങളിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാറുണ്ട്, കൺസൾട്ടൻസി സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അവിടെ എന്തെങ്കിലും എമർജൻസിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ വേണ്ട പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. അപ്പൊ അവിടെ ചെന്ന് നമുക്ക് സർജറി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വാട്ട് ഈസ് റീജിയണലൈസേഷൻ? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ട് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഓർമ്മയുണ്ടോ? നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി തേർഡ് ഓർ ഫോർത്ത് ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. ആ ഒരു സംഭവം തന്നെയാണ് കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ റീജിയണലൈസ് ചെയ്യുന്നു. നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ പേഷ്യൻസിന് എല്ലാവർക്കും സർവീസ് എത്തുന്ന രീതിയിൽ വേണം ഈ റീജിയണലൈസേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നോക്കാം കേട്ടോ. ഇനി അടുത്തൊരു ചാർട്ട് കാണിക്കുന്നത് അവര് ഇതിന് സ്ക്വയർ പോലെ കാണുന്നത് റീജിയണൽ ഹോസ്പിറ്റൽസ് ആണ്. റീജിയണൽ ഹോസ്പിറ്റൽ ആണ് സ്ക്വയർ ആയിട്ട് കാണുന്നത്. പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ് ഒരു റൗണ്ട് പോലെ കാണുന്നത്. ചെറിയ ഡോട്ട്സ് ആണ് റൂറൽ ഹോസ്പിറ്റൽസ്. നോക്കി നിങ്ങള്, ഈ റൂറൽ ഹോസ്പിറ്റൽസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള സെന്റർ എന്ന് പറയുന്നത്. റൂറൽ ഹോസ്പിറ്റൽസ് കൂടുതൽ റെഫറൻസ് കാര്യങ്ങൾ വരുന്നത് എവിടേക്കാണ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലേക്കാണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിന് റീജിയണൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ അത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. കൺസെപ്റ്റ് ഓഫ് റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ, അത് ഗ്രാഫ് മനസ്സിലായില്ലെങ്കിൽ അത് വിട്ടേക്കും, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് ചോദിക്കില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആ അടുത്തത്തെ മാത്രം നോക്കാം. സ്ക്വയർ എന്ന് പറയുന്നത് റീജിയണൽ ഹോസ്പിറ്റൽ, നടുക്കുള്ള ഡോട്ടാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. എല്ലാ റൂറൽ ഹോസ്പിറ്റൽസിലും എല്ലാ ലോക്കൽ ഹോസ്പിറ്റൽസിലും നമുക്ക് ആരായിട്ട് കണക്ഷൻ ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിട്ട് കണക്ഷൻ ഉണ്ട്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്തിന്റെ പരിധിയിലാണ് വരുന്നത്, റീജിയണൽ ഹോസ്പിറ്റലിന്റെ പരിധിയിലാണ് വരുന്നത്. ഓക്കെ, ആ ഗ്രാഫ് മനസ്സിലായെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഓഫ് റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് പറഞ്ഞു കേട്ടോ. ഒന്ന് റീഡ് ചെയ്യോ, വാട്ട് ഈസ് റീജിയണലൈസേഷൻ?
റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ. ക്ലിയർ ആണോ റീജിയണലൈസേഷൻ എന്താണെന്നുള്ളത്? നമ്മൾ ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ മൂന്ന് ലെയർ ആയിട്ട് പ്ലാൻ ചെയ്യാം. റൂറൽ, ഇന്റർമീഡിയറ്റ്, ലോക്കൽ, ഇന്റർമീഡിയറ്റ്, റീജിയണൽ. അത് മൂന്ന് രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനായാലും സർവീസ് കാര്യങ്ങളും ഹോസ്പിറ്റൽ സർവീസും കാര്യങ്ങളും നമുക്ക് റീച്ചബിൾ ആവും. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടൊരു ആക്ടിവിറ്റി ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റല് നമ്മള് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഹോസ്പിറ്റലിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു ആർക്കിടെക്റ്റിന് അത് ചെയ്യാൻ പറ്റുമോ? ഹോസ്പിറ്റലിനെ കുറിച്ച് ഒന്നും അറിയില്ല. സാധാരണ ആർക്കിടെക്ട് എന്ന് വെച്ചാൽ വീട് അല്ലെങ്കിൽ ഒരു പറ്റില്ല അല്ലെ. വീടൊക്കെ പണിയുന്ന ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ പണിയാന്ന് വെച്ചാൽ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു ഹോസ്പിറ്റലും വീട് തമ്മിലുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റൽ പ്ലാനിങ് ആൻഡ് execution is a complex and difficult process. അപ്പൊ ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യാം, ഹോസ്പിറ്റൽ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാതെ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒറ്റയ്ക്ക് ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ഒട്ടും ചെയ്യാനായിട്ട് പറ്റില്ല. അതിൽ ഒരുപാട് പേഴ്സൺസ് ഇൻക്ലൂഡഡ് ആണ്. ആർക്കിടെക്ട് കൂടാതെ ഒരുപാട് വ്യക്തികൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. മെനി പീപ്പിൾസ് ആരൊക്കെയാണ് വരുന്നത്? നമ്മൾ പറയുകയാണെങ്കിൽ പേഷ്യൻസ്, നേഴ്സ്, ഡോക്ടേഴ്സ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ്, ഇതെല്ലാവരുടെയും ഇൻവോൾവ്മെന്റോട് കൂടി മാത്രമേ നമുക്കൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഈച്ച് ഗ്രൂപ്പ് has different needs and expectation. ഞാൻ ഈ പറഞ്ഞ ഓരോ വ്യക്തിക്കും അവരുടേതായ എക്സ്പെക്ടേഷനും അതേപോലെ തന്നെ നീഡ്സും ആവശ്യകതകളും ഉണ്ട്. പ്ലാനിങ് ബേസ്ഡ് ഓൺ വൺ പ്രൊഫഷണൽ ഗ്രൂപ്പ്സ് ടെക്നിക്കൽ നീഡ്സ് റെഡ്യൂസ് യൂസ്ഫുൾനെസ്. നമ്മൾ ആർക്കിടെക്ട് മാത്രമാണ് ഈ ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് യൂസ്ഫുൾനെസ് അല്ല, റെഡ്യൂസ് ചെയ്യും, ഉപയോഗക്ഷമത കുറയ്ക്കാനാണ് കാരണമാകുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ഫോക്കസ് ഓൺ, ഇപ്പൊ അഡ്മിനിസ്ട്രേറ്ററിന്റെ മാത്രം അഭിപ്രായത്തിൽ നമ്മളൊരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്ത് നോക്കുള്ളൂ, എങ്ങനെ കോസ്റ്റ് കുറയ്ക്കണം, എങ്ങനെ ചെലവ് കുറയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. കമ്മ്യൂണിറ്റി നീഡ്സും നോട്ട് ടെക്നിക്കൽ ഇഷ്യൂ. നമ്മളൊരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ, ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഫഷണൽ, ഫങ്ഷണൽ, അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ്. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രൊഫഷണൽ നീഡ്സ് എന്തെല്ലാമാണ്, അവിടുത്തെ ഫങ്ഷൻസ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആ ഫങ്ഷണൽ നീഡ്സ് എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനായിട്ട്. ദെൻ qualified planning of all costs and needs should be enough time for careful planning. നമുക്ക് ക്വാളിഫൈഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ടൈം വേണം. കാരണം അത്യാവശ്യം ടൈം എടുത്ത് മാത്രമേ ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഓരോ നീഡ്സും ഓരോ വ്യക്തിയുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം പ്ലാൻസ് ചെയ്യാനായിട്ട്. അപ്പോ അവിടെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. പേഷ്യൻസ്, വിസിറ്റേഴ്സ്, നേഴ്സിംഗ് സ്റ്റാഫ്, മെഡിക്കൽ സ്റ്റാഫ്, ഡോക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് പേര്
നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അവരുടെ നീഡ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. Often hospital rush into building plan without proper discussion. ഒരു പ്രോപ്പർ ഡിസ്കഷൻ ഇല്ലാതെ പെട്ടെന്ന് പോയിട്ട് റഷ് ആയിട്ട് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അൺസ്യൂട്ടബിൾ ഫോർ ആക്ച്വൽ വർക്ക്, നമുക്ക് അൺസ്യൂട്ടബിൾ ആയിട്ട് പോകും. നമുക്ക് ഹോസ്പിറ്റലിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഏർലി ക്ലാരിഫിക്കേഷൻ ഓഫ് റിക്വയർമെന്റ്സ് സേവ് ടൈം ആൻഡ് മണി. അപ്പൊ ഹോസ്പിറ്റലായിട്ട് ആരാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്? മെഡിക്കൽ സ്റ്റാഫ്സും പേഷ്യൻസും നേഴ്സിംഗ് സ്റ്റാഫ് ഒക്കെയാണ്. അപ്പൊ അവരോടും കൂടി നമ്മൾ കൂടുതൽ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ടൈമും മണിയും ഒരു പരിധി വരെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് പറയുന്നത് 10 മുതൽ 12% വരെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്ക് നല്ലൊരു ഡിസ്കഷനോട് കൂടി ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ചില ആൾക്കാര് ഹോസ്പിറ്റൽ ബിൽഡിംഗ് പണിയും, അത് കഴിഞ്ഞ് അതിന് എന്തെങ്കിലും ഡിഫറൻസോ നമുക്കത് കറക്റ്റ് ആയിട്ട് അത് പൊളിച്ച് വീണ്ടും പണിയും വരെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ ഡിസൈൻ ഷുഡ് ഫോക്കസ് ഓൺ പേഷ്യൻസ് ആൻഡ് ഹ്യൂമൻ നീഡ്സ്. ഓരോ വ്യക്തിയുടെയും നീഡ്സും പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ച് വേണം നമ്മൾ ഹോസ്പിറ്റൽസ് പ്ലാൻ ചെയ്യാനായിട്ട്, ഡിസൈൻ ചെയ്യാനായിട്ട്. ഹോസ്പിറ്റൽ ഡിസൈൻസ് ഓൺലി ഫോർ പ്രൊഫഷണൽസ്. ഇപ്പോ ഡോക്ടേഴ്സിന്റെ മാത്രം ആവശ്യം നോക്കിയിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്യണമെങ്കിൽ മേ ബി ഫെയിൽ ടു മെറ്റ് ദ പേഷ്യൻസിന്റെ നീഡ്സ് നമുക്ക് മെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾ എല്ലാവരുടെയും നീഡ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പ്ലാൻ ചെയ്യാനായിട്ട്. പ്ലാനിങ് മസ്റ്റ് ബി കൺസിഡേർഡ്. ആരൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ആർക്കെല്ലാം നീഡ്സ് കൺസിഡർ ചെയ്യണം? പേഷ്യൻസ്, മെഡിക്കൽ സ്റ്റാഫ്സ്, വിസിറ്റേഴ്സ്, എല്ലാവരെയും നീഡ്സ് കൺസിഡർ ചെയ്യണം. എന്നിട്ട് നല്ലൊരു ആർക്കിടെക്ട് വേണം ഈ ഐഡിയാസ് ഒക്കെ കൂടി നോക്കി നല്ല രീതിയിൽ ഒരു ഈ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നത്. There is confusion between overall hospital function and specific activity. നമുക്ക് അവിടെ കൺഫ്യൂഷൻ പാടില്ല. ആർക്കിടെക്ട് ആയാലും ആർക്കിടെക്ടിന്റെ കൺഫ്യൂഷൻ ആർക്കിടെക്ടിന് അറിഞ്ഞിരിക്കണം ഈ ഹോസ്പിറ്റൽസിലെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടും. ആർക്ക് നല്ല രീതിയിലുള്ളൊരു ബോധ്യം വേണം? നമ്മളുടെ ആർക്കിടെക്ടിന് നല്ലൊരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. പ്ലാനിംഗ് ടീം എക്സ്പെഷ്യലി നോൺ മെഡിക്കൽ മെമ്പേഴ്സ് need education on hospital function. അപ്പൊ നമ്മളുടെ പ്ലാനിംഗ് ടീമിന് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല. അപ്പൊ നോർമലി ആണ് ആർക്കിടെക്ടിന് ഒരിക്കലും ഹോസ്പിറ്റലിലെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടൊന്നും ധാരണ ഉണ്ടാവണമെന്നില്ല. സോ നമ്മളിത് പഠിക്കണം. ഹോസ്പിറ്റൽസിന്റെ ഫങ്ഷൻസ് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഡ്യൂക്കേഷൻ വേണം, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഡിസൈൻ ഷുഡ് ബി കൺസിഡേർഡ് പ്രൈവസി. നമ്മൾ ഓരോ കാര്യത്തിലും ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് വേണ്ട പ്രൈവസി കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം. പ്രൈവസി, സോഷ്യൽ ഹാബിറ്റാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഫുഡ് ഹാബിറ്റാറ്റ്, കഫറ്റേരിയ കാര്യങ്ങൾ, റീച്ചബിൾ ആവുന്ന പ്ലേസിൽ വേണം. കംഫർട്ട് ഓഫ് ദ പേഷ്യൻസിന്റെ കംഫർട്ട് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ബിൽഡ് ചെയ്യാനായിട്ട്. ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സ് ഓഫ്റ്റൻ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹോസ്പിറ്റൽ ഡിസൈൻ ലാംഗ്വേജ്. ചിലപ്പോ ഹോസ്പിറ്റൽ ഡിസൈൻ കാണുമ്പോൾ ഡോക്ടേഴ്സിനും നേഴ്സിനും മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ അവരെയും കൂടി നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ അവരോട് കൂടി അഭിപ്രായങ്ങൾ ചോദിക്കണം. കാരണം അവർക്കാണ് ഏത് സർവീസ് ആണ് ഏറ്റവും എമർജൻസി ആയിട്ട് എത്തേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിനും കാര്യങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്. ഹോസ്പിറ്റൽ പ്ലാനിംഗ് ഇൻവോൾവ്സ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം. ഈ വ്യക്തികളുടെ എല്ലാം ഒരു ടീമായിരിക്കും ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീമിൽ വേണ്ടത്. ലാക്ക് ഓഫ് കോമൺ ടെക്നിക്കൽ ലാംഗ്വേജ് കോസസ് കൺഫ്യൂഷൻ ആൻഡ് ഡിലേ. ഇപ്പൊ നമ്മൾ കോമൺ ടെക്നിക്കൽ ലാംഗ്വേജ് ആർക്കിടെക്ടിന് അറിയുന്നത് പ്ലാൻസും കാര്യങ്ങളുമാണ്. ആ ടെക്നിക്കൽ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. മേ ബി കൺഫ്യൂഷനും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്ന് അത് കുറവാണ്. നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 3D മോഡലൊക്കെ ഈസിലി നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? ഒരു ഫാമിലി വീടിന്റെ ആയാലും ഒരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മള് ഏതെങ്കിലും ഓൺലൈൻ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു 3D വേർഷൻ കിട്ടില്ലേ? 3D വേർഷനിലൂടെ നമുക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഡോക്ടേഴ്സിനോട് പറയാൻ ഇന്ന ഏരിയ ആണ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ കാർഡിയക് ഡിപ്പാർട്ട്മെന്റ് ടോപ്പിലായിട്ടായിരിക്കും CCU സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇന്നതാണെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും.
Medical professionals must understand hospital planning concept before working with the architect and the engineers. Engineers architect work ചെയ്യുന്നതിന് മുമ്പ് ഈ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഈ പ്രൊഫഷണൽസ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ പ്ലാനിങ് ടീം തന്നെ വേണം. ഇനി ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടൻസിനെ അത് ഏൽപ്പിക്കുന്നത് നല്ലതായിരിക്കും. പ്രൊഫഷണൽ ഗ്രൂപ്പാണ് ഹോസ്പിറ്റൽസുകൾ ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് വേണ്ടി പ്ലാൻസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്ന കൺസൾട്ടന്റ് ഗ്രൂപ്പുകളുണ്ട്. അവർ അസൈൻ ചെയ്താൽ അവർ പെർഫെക്റ്റ്ലി ആ ഡിസൈൻസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും. നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ പ്ലാനിങ് ടീം എന്ന് നോക്കാം. One must realize in the very beginning that hospital project planning and execution is likely to be a difficult and a frustrating task. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ പ്രോജക്ട് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഫ്രസ്ട്രേറ്റിംഗ് ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. All the people involved in delivery as well as implementation service are concerned with hospital planning. അപ്പൊ ഹോസ്പിറ്റൽ പ്ലാനിങ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇൻക്ലൂഡിങ് ആരൊക്കെയാണ്? The people's patient, nursing, medical staffs and the management all have their own peculiar requirements. ഓരോരുത്തർക്കും അവരുടേതായ പെക്യുലർ ആയിട്ടുള്ള നീഡ്സും കാര്യങ്ങളും ഉണ്ട്. Technical requirements of a particular professional group in isolation have leads to creation of physical form limited in their utility. So technical requirements ne kurichittu professional group il ariyanilla. So nammaladu correct aayittu adu paranju kodukka physical form il avarkade utility upayogadayum കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. On the other hand, the interest of the administrator, ഇപ്പോൾ മാനേജ്മെന്റ് പ്രൊഫഷണൽസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ച് അവർക്ക് ടെക്നിക്കൽ കാര്യങ്ങളൊന്നുമില്ലേ എന്തുണ്ടാവണമെന്നില്ല, അറിവുണ്ടാവണമെന്നില്ല. അവർക്ക് മെയിൻ ആയിട്ട് എന്താണ് കോസ്റ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഉണ്ടാവുക. On the other hand, the interest of the administrator is attracted by other than technical requirements of the patient, community and the owner. Critical understanding of this relationship is essential to reconcile the difference of the professional prestige, functional requirement, administrative consideration. So, നമ്മൾ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം. പ്രൊഫഷണൽ പ്രസ്റ്റീജും അവിടുത്തെ ഫങ്ഷൻസ്, ഹോസ്പിറ്റലിന്റെ ഫങ്ഷണൽ റിക്വയർമെന്റ്സും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റൽ പ്ലാൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Suitably qualified and competent planning staff are scarce to find. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റാഫുകൾ സ്കേഴ്സ് ആണ്, ലഭ്യത കുറവാണ്. കാരണം അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കാണ്. നമുക്ക് വീടൊക്കെയാണ്, ആർക്കിടെക്ട് ആണെങ്കിൽ വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈസിലി അവൈലബിൾ ആണ്. പക്ഷെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ പ്ലാനിങ് അല്ലെങ്കിൽ ആർക്കിടെക്ടിനെ കിട്ടാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള task. They will need a long time to do necessary work in a careful manner to each stage. അപ്പൊ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടൈം പീരീഡ് വേണ്ടി വരുന്നവർക്ക്. കാരണം അത്രയും ക്രൂഷ്യൽ ആണ് നമ്മുടെ പോസ്റ്റിനെ സംബന്ധിച്ചെങ്കിൽ നമുക്ക് ഉള്ള ഫിനാൻഷ്യൽ റിസോഴ്സിനെ സംബന്ധിച്ച് ഓരോ ഫണ്ട് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ടൈമില്ല. സോ നമ്മുടെ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അത്രയും ശ്രദ്ധയോടുകൂടി വേണം. ഇറ്റ് ഈസ് കോമൺ പ്രാക്ടീസ് once the idea of hospital has taken root to go ahead too hastily in preparation of building plan without much deliberation. Okay, so നമ്മൾ കറക്റ്റ് ആയിട്ട് കോമൺ നന്നായിട്ട് അറിയുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഹോസ്പിറ്റൽ പ്ലാൻസും കാര്യങ്ങളും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്, ഹോസ്പിറ്റൽ പ്ലാനിങ്ങിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയെ നമ്മൾ അസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഈസി ആവും. ആസ് എ റിസൾട്ട് when the plans are examined by persons who will be
വർക്കിംഗ് ഇൻ ഹോസ്പിറ്റൽ. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻസ് കാര്യങ്ങളും നമ്മൾ ആരായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ദേ ആർ ഫൗണ്ട് ടു ബി ഓൾ ഇൻകറക്റ്റ്. മേ ബി അവർക്ക് കറക്റ്റ് എന്താണ് തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടി പറ്റും. ഹോസ്പിറ്റലായിട്ട് ഒന്നും അറിയാത്ത ഒരു ആർക്കിടെക്റ്റിനേക്കാൾ കൂടുതൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണ്, അതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ. കാരണം അവർ ഒരുപാട് നാളായിട്ട് ഹോസ്പിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. Therefore, the key features in planning all good medical facility should be extensive participation of medical staff in the process. അപ്പോൾ ഒരു key feature planning ന്റെ ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന്റെ ഒരു key features തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റൽ പ്ലാൻസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റാഫിന്റെയും കൂടി പാർട്ടിസിപ്പേഷൻ വേണം. In the initial stage, time spent on spelling out clearly what the requirement would from the start point will save the time, save both the money and time in long run. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഹോസ്പിറ്റൽ സ്റ്റാഫ്സിനെയും കൂടി നമ്മൾ ഈ ഒരു ടീമിൽ പാർട്ടാക്കി തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു പരിധി വരെ മണിയും ടൈമും സേവ് ചെയ്യാനായിട്ട് പറ്റും. About 10 to 12% proposed outlay of construction budget can be saved. അപ്പോൾ കറക്റ്റ് ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഹോസ്പിറ്റൽ സ്റ്റാഫ്സിന്റെ റിക്വയർമെന്റ്സ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് 10 മുതൽ 12% വരെ നമുക്ക് കോസ്റ്റ് ബഡ്ജറ്റ് സേവ് ചെയ്യാൻ പറ്റും. കാരണം ചില ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പരിസരത്ത് തന്നെ പരിചയമുണ്ടാവും. ഒരു ബിൽഡിംഗ് പണിയുന്നു, അത് വീണ്ടും അവരെ പൊളിച്ചിരിക്കുന്നു, വീണ്ടും അടുത്ത ബിൽഡിംഗ് പണിയുന്നു, അങ്ങനെ. കാരണം എന്താണ്, ആ പ്ലാനിൽ എന്തോ ഫ്ലോപ്പ് സംഭവിച്ചു, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പണിതുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് പ്ലാനിങ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. Same if the charge during construction or shortly after hospital commissioning are avoided. കറക്റ്റ് ബിഗിനിങ് മുതൽ ഹോസ്പിറ്റൽ പ്ലാനിങ് ടീമിന്റെ ഒപ്പം മെഡിക്കൽ സ്റ്റാഫ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് 12% വരെ ബഡ്ജറ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. The basic reason for hospital assistant, the patient and his human needs seem to have been subordinates many times in design consideration. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഹോസ്പിറ്റൽസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ നീഡും സ്റ്റാഫ് റിക്വയർമെന്റ്സും കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ വേണം ഈ ഡിസൈൻ എന്ത് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. Hospital which have been designed only to meet health professionals needs have failed to develop environment which meets patient needs. In suppose നമ്മൾ ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ നീഡ്സ് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ നേഴ്സിന്റെ മാത്രം നീഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ ഫെയിൽ ആവാനുള്ള ചാൻസ്. കാരണം അവിടെ പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സോ നീഡ്സോ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോ നമ്മളൊരു പ്ലാനിങ് ടീം പ്രിപ്പയർ ചെയ്യുമ്പോൾ the planning team's views must relate to this regard. ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് വേണം ഒരു പ്ലാനിങ് ടീം പ്രിപ്പയർ ചെയ്യാൻ. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് നീഡ്സ് ഉണ്ട്. നീഡ്സ് ഓഫ് ദ പേഷ്യൻസിന്റെ നീഡ്സ്, പ്രൊഫഷണൽ സ്റ്റാഫ് മെഡിക്കൽ സ്റ്റാഫ്സിന്റെ നീഡ്സ്, വിസിറ്റേഴ്സിന്റെ നീഡ്സ്. ആർക്കിടെക്റ്റിന്റെ മാത്രം നീഡ്സ് അല്ല, ഈ പറയുന്ന വ്യക്തികളുടെയും കൂടി നീഡ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസ് പ്ലാൻ ചെയ്യാനായിട്ട്. Note to the architect and consultant skill in spelling their own plan. നമ്മളുടെ ആർക്കിടെക്റ്റിന്റെ അല്ലെങ്കിൽ കൺസൾട്ടൻസിന്റെ പ്ലാൻ നടപ്പിലാക്കിയ എല്ലാം എടുത്ത് പേഷ്യൻസിന്റെ നീഡ്സ് എന്താണ്, മെഡിക്കൽ സ്റ്റാഫ്സിന്റെ നീഡ്സ് എന്താണ്, വിസിറ്റേഴ്സിന്റെ നീഡ്സ് എന്താണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മളത് നടപ്പിലാക്കാനായിട്ട്. നോക്കാം. Distinction between an overall functional and activity components function are often misunderstood. ഇപ്പൊ നമ്മൾ ഓരോ ഫംഗ്ഷനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ നമുക്ക് വേണം, അല്ലാത്ത പക്ഷം അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. To that extent, there is a need to educate planning group. ഹോസ്പിറ്റൽ ഫംഗ്ഷനെ കുറിച്ചിട്ട് നമ്മുടെ പ്ലാനിംഗ് ഗ്രൂപ്പിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. എസ്പെഷ്യലി ദ നോൺ മെഡിക്കൽ മെമ്പേഴ്സ് ഇൻ ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞില്ല, ആർക്കിടെക്റ്റിന് ചിലപ്പോ നമ്മുടെ ഹോസ്പിറ്റൽ സർവീസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണമെന്നില്ല. സോ നമ്മൾ നല്ല രീതിയിൽ എന്ത് കൊടുക്കണം, മെഡിക്കൽ ഒരു എഡ്യൂക്കേഷൻ ഹോസ്പിറ്റൽ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടൊരു എഡ്യൂക്കേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. In the description of
സ്പേസ് ആൻഡ് ആക്ടിവിറ്റീസ്, നമ്മളുടെ സ്പേസും ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദ ഡിസൈൻ ഓഫ് ദ ഹോസ്പിറ്റൽ മസ്റ്റ് ഓൾസോ മീറ്റ് ദ പേഷ്യന്റ് നീഡ്സ് ആസ് ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളുടെയും നീഡ്സും കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ നമ്മളത് പ്ലാൻ ചെയ്യണം. ഹിസ് ആൻഡ് ഹർ സോഷ്യൽ ഹാബിറ്റ്, നമ്മൾ ഓരോ വ്യക്തിയുടെയും സോഷ്യൽ ഹാബിറ്റ്സിനെ കുറിച്ച്, പ്രൈവസി, നീഡ് ഫോർ സോഷ്യലബിലിറ്റി. നമുക്കറിയാം ഹോസ്പിറ്റലാണെങ്കിലും നമുക്കൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു പ്ലേസ് ഫോർ റിലാക്സിങ്, സോഷ്യലബിൾ ആവാനുള്ള ഒരു പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം ഡിഫറെന്റ് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് ഇമോഷൻസ് അത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് റിലാക്സ് ആവാനായിട്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും അങ്ങനെ ഒരു പ്ലേസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഫുഡ് ഹാബിറ്റാറ്റ് ഒരു കഫക്റ്റേരിയ, അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. ഇപ്പൊ ഒരു എന്താ പറയാ, ഹോസ്പിറ്റലാണ് കാണിച്ചിരിക്കുന്നത് ഡിഫറെന്റ് ബിൽഡിങ്ങുകൾ കാണിക്കുന്നത്. ഇപ്പൊ 4 ഡിപ്പാർട്ട്മെന്റ് പോലെ നമുക്ക് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടോ ഇമേജ്? കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ 4 ബോക്സ് റെക്ടാങ്കിൾ പോലെ കാണുന്നത് നമുക്ക് ഹോസ്പിറ്റൽ, ആ ഒരു ഫുൾ ആയിട്ട് കാണുന്നത് ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൽ ഓരോ പാർട്ടും എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് എന്താണ് കൺസൾട്ടൻസ് റൂംസ് ഉണ്ട്. ഒരു ഡോക്ടേഴ്സ് പേഷ്യന്റ് വിസിറ്റിംഗ് ഏരിയ ഉണ്ടാവും. അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററോ അല്ലെങ്കിൽ മെഡിക്കൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള പല പല ഡിപ്പാർട്ട്മെന്റ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പേഷ്യന്റ് റൂം, എങ്ങനെയാണോ അത് ഡിസൈൻ ചെയ്യുന്നത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് റൂംസ് ആണ്. അപ്പൊ അതൊന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. Since doctors and nurses, medical administrators do not understand the language of hospital building. നമുക്കിപ്പോ ഡോക്ടേഴ്സിനോ നേഴ്സോ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനോ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ലാംഗ്വേജ്, ഞാൻ ഈ കാണിച്ച ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ആരെങ്കിലും ആർക്കിടെക്ട് ഒക്കെ ഉണ്ടോ? സിവിൽ എഞ്ചിനീയറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഏകദേശം ഫുൾ ആയിട്ട് ക്ലിയർ ആയില്ലല്ലോ ഇമേജ്. മനസ്സിലായോ? എടാ അത് സാധാരണ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പിൽ നിന്ന് വന്നവരാണ്, ഡിഫറെന്റ് കോഴ്സുകൾ പഠിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പ്ലാനിനെ കുറിച്ചിട്ട് അറിയണമെന്നില്ല. സോ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മളൊരു ഹോസ്പിറ്റൽ പ്ലാനിങ് ടീമിന്റെ മെമ്പർ ആകുമ്പോൾ നമ്മളൊരു കുറച്ചുകൂടി ആർക്കിടെക്ചർ നോളജ് കിട്ടുന്നത് നല്ലതായിരിക്കും. അപ്പൊ സിൻസ് ഡോക്ടേഴ്സ്, നേഴ്സ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ഹോസ്പിറ്റൽ ബിൽഡിംഗ്, അപ്പൊ ഈ പ്ലാനുകളെ കുറിച്ചിട്ടും കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല. We have merely accept the idea of the architect and engineer trust on the hospital. അപ്പൊ നമ്മള് ആ ട്രസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ആർക്കിടെക്റ്റും എഞ്ചിനീയേഴ്സും പറയുന്നത് എന്താണോ, ഒരു ഐഡിയാസ് എന്താണോ നമുക്ക് വിശ്വസിക്കാൻ തന്നെ വേണം. ഈവൻ ത്രൂ ദ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് ദ ഹോസ്പിറ്റൽ പ്രോജക്ട് ഇൻവോൾവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ബൈ പ്രൊഫഷണൽ ഡോക്ടേഴ്സ്. അപ്പൊ നമുക്കറിയാം മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു പ്രോജക്ട്, ഒരു ഫംഗ്ഷൻ തന്നെയാണ് എന്ത് ഹോസ്പിറ്റൽ പ്രോജക്ട് പ്ലാനിങ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരുപാട് പേരുകൾ ഇൻവോൾവ് ആണ്. പ്രൊഫഷണൽ ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ്, നേഴ്സസ്, ടെക്നിക്കൽ സ്റ്റാഫ്, ആർക്കിടെക്ട്, എഞ്ചിനീയേഴ്സ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ, ഇവരെല്ലാവരും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കും എന്താ ഹോസ്പിറ്റൽ പ്ലാനിങ് ടീം എന്ന് പറയുന്നത്. ഇവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റുള്ളൂ. The lack of common technical language need for understand of common objective of the group trend to delay progress because the language and semantic used by various participants of the group can be confused and create anxiety. എന്നുവെച്ചാല് നമ്മൾ കോമൺ ആയിട്ടുള്ള ടെക്നിക്കൽ ലാംഗ്വേജ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിൽ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്ന് അത് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 3D മോഡൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവില്ലേ? എഞ്ചിനീയറിനും ആർക്കിടെക്റ്റും അങ്ങനെ ഒരു മോഡൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പേഴ്സൺസിനും ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റൂലേ? അപ്പൊ ഒരു 3D മോഡൽ രീതിയിൽ നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെക്നോളജി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പോ നമ്മളൊരു ഹോസ്പിറ്റല് പ്ലാൻ ചെയ്യുന്നുണ്ട്, പുതിയൊരു ഹോസ്പിറ്റൽ കാണുകയാണെങ്കിൽ അവിടെ എന്തായാലും അതിനെ കുറിച്ചൊരു 3D ആയിട്ട് ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. 3D മോഡലിംഗ് എന്നൊക്കെ പറയും. ബിക്കോസ് ഫിലിംസിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ 3D മോഡലിംഗ്? ഒരു വീടാണെങ്കിൽ പോലും അതിന്റെ ഒരു 3D മോഡല്
കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതാണ്, അല്ലാണ്ട് പ്രിന്റ് നമ്മളിങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലും ചെയ്യും. Therefore, medical men must first understand the language of hospital project planning before interacting with the engineer. എഞ്ചിനീയറോട് ആർക്കിടെക്ടിനോട് ഇന്ററാക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹോസ്പിറ്റൽ പ്രോജക്ട് ലാംഗ്വേജ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം നമ്മളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീം. ഫുള്ളായിട്ട് റീഡ് ചെയ്തിട്ട് നോക്കും, പറയണോ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ.
റീഡ് ചെയ്തോ? റീഡ് ചെയ്ത് നോക്കിയോ നിങ്ങള്? ഓക്കെ. ഇനി ഞാൻ ഹോസ്പിറ്റൽ കൺസൾട്ടൻസിനെ കുറിച്ചിട്ട് പറയാണ്. നമ്മളിപ്പോ ഹോസ്പിറ്റൽ പ്ലാൻസും കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അസൈൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് പ്ലേ എ കീ റോൾ ഇൻ പ്ലാനിങ് ന്യൂ ഹോസ്പിറ്റൽസ് ഓർ എക്സ്പാൻഡിങ് എക്സിസ്റ്റിംഗ് വൺ. ഒരു പുതിയ ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയൊരു പഴയ ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തോ ഈ ഹോസ്പിറ്റൽ കൺസൾട്ടൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഇപ്പൊ US, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലെ പ്രൊഫഷണൽസ് തന്നെ ഈ ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എ ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ക്യാൻ ആക്ട് ആസ് ബോത്ത് ദ കൺസൾട്ടന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ആരായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സച്ച് പ്രൊഫഷണൽസ് പ്ലാനിങ്ങിനെ കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ പറയുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. പ്ലാനിങ്ങും കാര്യങ്ങളിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഹാൻഡിലൊക്കെ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഹോസ്പിറ്റൽ കൺസൾട്ടൻസ്. ഓക്കെ. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഹോസ്പിറ്റൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അവർ നല്ല രീതിയിലായിരിക്കും ഈ ഹോസ്പിറ്റൽസിന് വേണ്ട പ്ലാൻസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹോസ്പിറ്റൽ കൺസൾട്ടൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ. ഒന്ന് വായിച്ചിട്ട് വന്നോട്ടാ. റീജോയിനേഷനും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ പ്ലാനിങ്ങും അത്യാവശ്യം വലിയ വലിയ പാരഗ്രാഫുകളാണ്. അപ്പൊ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയോ. സിമ്പിൾ ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് സിമ്പിൾ ആക്കിയിട്ടാണ് പറയുന്നത്. പിന്നെയാണ് ഞാൻ അതിലെ ഉള്ളിലേക്ക് കടക്കുന്നത്. ചില പോയിന്റ്സ് മാത്രം പറഞ്ഞ് അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതിന് ശേഷമാണ് ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് മാത്രം നോട്ട് ചെയ്താലും മതി. ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.